ഇത് അമ്മ ഡിസൈൻ ചെയ്താണോ? അതെ അതെ ആണോ? അമ്മ അടിപൊളി. ഒരു ഇത് രാജസ്ഥാനിലാണോ അതോ ബനാറസ് എന്നാണോ? ബനാറസ് ആണോ? ഈ ബനാറസി സിൽക്ക് സാരി അല്ലേ? ബനാറസി സാരി, ഈ കാഞ്ചീപുരം എന്നൊക്കെ പറഞ്ഞ പോലെ അത് വേറൊരു വളരെ ബ്യൂട്ടിഫുൾ ചിക്കൻ കറി ഇഷ്ടം. ചിക്കൻ കറിയൊക്കെ കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ സാധനമൊന്നും അറിയില്ല. ഏത് പാട്ടാ ഇതിനെ പറ്റിയൊക്കെ വിദഗ്ധയായിട്ടുള്ള അനുഷ്ക ചാന്തോട്ടിലാണോ? ഓക്കെ, ബനാറസ്. പാട്ടാണ്. ഈ ബനാറസി ഖരാനയുണ്ട്. ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ഒരു മെയിൻ ഖരാനയാണ്. ഉസ്താദ് ബിസ്മില്ല ഖാൻ സാബ്, ഷെഹനായി, അദ്ദേഹമൊക്കെ ആ ഖരാനയിൽ നിന്ന് വരുന്നതാണ് കേട്ടോ, ബനാറസ്. അപ്പൊ ബനാറസ് വളരെ പ്രത്യേകതയുള്ള ഒരു ഇടമാണ് അല്ലെ. പോണം കേട്ടോ, ഒരിക്കൽ എല്ലാവരും കൂടെ ചേർന്ന് പോണം, ബനാറസിൽ പോണം. ഓക്കെ. മ്യൂസിക് MG സർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സർ, പാടിയത് ശ്രേയ ഘോഷാൽ മാം, മൂവി ബനാറസ്, ഇയർ 2009. വെരി ഗുഡ്. പട്ടപ്പട്ടേന്ന് പറഞ്ഞു. All the best. All the best. Thank you. मुझे नैना लगाए मोर श्याम रसिया, मुझे नैना लगाए मोर श्याम रसिया, नैना लगाए मुझे, नैना लगाए मुझे, नैना लगाए मोर बिंदिया लगाए, मुझे नैना लगाए मोर श्याम रसिया, मुझे नैना. പ്രിയനൊരാൾ ഇന്നു വന്നുവോ എന്റെ ജാലകത്തിലെ രാത്രി മൈന കാതിൽ മൂളിയോ, ചാന്ത് തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ, കാറ്റ് ചിമ്മിയ ചാറ്റൽ മഴ ചിലങ്ക കെട്ടില്ലേ, ചാന്ത് തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ, കാറ്റ് ചിമ്മിയ ചാറ്റൽ മഴ ചിലങ്ക കെട്ടില്ലേ, ചാന്ത് തൊട്ടില്ലേ. ശാരദേന്ദു ദൂരെ, ശാരദേന്ദു ദൂരെ ദീപാങ്കുരമായി ആദിനയ്ക്കു നീ വിളക്കുള്ളിൽ വെക്കവേ, ഘനശ്യാമയ പോലെ ഖയാൽ പാടിയുറക്കാം. മദന മധുര ഹൃദയ മുരളിയേറ്റു പാടുമോ, പ്രിയനൊരാൾ ഇന്നു വന്നുവോ എന്റെ ജാലകത്തിലെ രാത്രി മൈന കാതിൽ മൂളിയോ, ചാന്ത് തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ, കാറ്റ് ചിമ്മിയ ചാറ്റൽ മഴ ചിലങ്ക കെട്ടില്ലേ, ചാന്ത് തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ. जनन जनन पायल भजन, जनन जनन पायल भजन, जनन 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 ना. स्नेह सान्ध्य रागम, स्नेह सान्ध्य रागम काविल कोम्बिले, തിരഞ്ഞിതാ വരൂ മധ്യരാത്രിയിൽ ഹിമശയ്യയിലെന്റെ ഇതൾ പെയ്തു വസന്തം. പ്രണയ ശിശിരമുരുകി മനസ്സിലൊഴുകുമാദ്യമായി, ചാന്ത് തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ, കാറ്റ് ചിമ്മിയ ചാറ്റൽ മഴ ചിലങ്ക കെട്ടില്ലേ, ചാന്ത് തൊട്ടില്ലേ, പ്രിയനൊരാൾ ഇന്നു വന്നുവോ. നൈസ് നൈസ് നൈസ്. അനുഷ്ക്, എന്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്ന ഒരുപാട് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ചില ഭാഗങ്ങൾ അങ്ങനെ അങ്ങ്
അവിടെയും ഇവിടെയും തൊടാതെയും തൊട്ടും തൊടാതെയും പോയ കുറച്ച് ഭാഗങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഓവറോൾ നോക്കുമ്പം മിടുക്കിയായിട്ട് പാടി കേട്ടോ. എനിക്കൊന്ന് ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളുള്ള ഒരു പാട്ടാണ് ഇല്ലേ? കുറച്ച് അനുഷ്കിന് കുറച്ച് ഹെവി ആണോ ഈ പാട്ട് എന്നായിരുന്നു നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചൊരു ഒരു ഒരു ഇത്തിരി ഒരു ഹെവിനെസ് കൂടിയ ഒരു പാട്ടാണോ എന്നൊരു ഡൗട്ട് ഇല്ലായകയില്ല. അപ്പൊ അത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സെലക്ട് ചെയ്തത് അല്ല തന്ന പാട്ടാണ്. യെസ്. അപ്പൊ ഇത് ശ്രേയ ചേച്ചി പാടിയ ബ്യൂട്ടിഫുൾ. എം ജെ സാറിന്റെ സംഗീതം എന്താ പറയാ, അത് അത്രയും മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒരു പാട്ടാണ്. അപ്പൊ ആ പാട്ട് കുറച്ച് ഹെവി ആയിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ, ചില പാട്ടുകൾ നമുക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ചിലപ്പോൾ നമുക്കത് പാടിയാൽ ശരിയായി വരണമെന്നില്ല പലപ്പോഴും. എസ്പെഷ്യലി ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇങ്ങനെ പാടുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതൊരിച്ചിരി ടഫായി മാറാം. അപ്പം അങ്ങനെ ഒരു ടഫ്നെസ് ഇന്ന് ഈ സോങ് സെലക്ഷന്റെ കാര്യത്തിൽ അനുഷ്കിന് പറ്റിയോ എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ പ്രശ്നം. അതൊന്ന് ചേച്ചി ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. ഇടയ്ക്ക് നമ്മളിവിടെ ഓരോ ആൾക്കാർ ഓരോ കണ്ടസ്റ്റൻസ് പാട്ട് പാടാൻ വരുമല്ലോ. അപ്പൊ ഇങ്ങനെ കമന്റ്സ് പറയുന്നതിന്റെ ഇടയ്ക്ക് എം ജെ അങ്കിൾ നമ്മളടുത്ത് പറയുന്ന ഓർക്കുന്നുണ്ടോ? അപ്പൊ അവരുണ്ടായിരുന്നെ നമുക്ക് പോയി ചോദിക്കായിരുന്നു എന്തിനാ അവിടെ ഈ സാധനം വെച്ചു. അപ്പൊ അനുഷ്കിന് കിട്ടിയൊരു ഗോൾഡൻ ചാൻസാ. ഇപ്പൊ വേണമെങ്കിൽ എം ജെ അങ്കിൾ അടുത്ത് ചോദിക്കാം, എന്തിന് ഈ സാധനം അവിടെ കൊണ്ടുവച്ചു. അതിലെല്ലാം ഉണ്ട്. ശ്രീലങ്ക തൊട്ടിലൊക്കെ എന്തിനാ അങ്ങനെ വെച്ചതെന്ന് ചോദിക്കേ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വിചാരിക്കും, ചില ടഫ് സംഗതികളൊക്കെ വരുമ്പോ, അതായത് എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ വരുമ്പോ ആർക്കെങ്കിലും പാടാൻ വിധത്ത് കമ്പോസ് ചെയ്യണ്ടേ എന്നൊക്കെ അയ്യോ, പാടാൻ പറ്റുന്ന പോലെ കമ്പോസ് ചെയ്യണ്ടേ എം ജെ സാർ? യെസ്. അപ്പൊ അനുഷ്ക്, എനിക്ക് മൊത്തത്തിൽ തോന്നിയത് ബ്രെത്ത് എടുക്കാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ബ്രീത്ത് എടുക്കാൻ കഷ്ടപ്പെടുമ്പോ എന്ന് പറഞ്ഞാൽ വരികളുടെ അവസാനം എത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ ഷെയ്ക്കി ആവുക വോയിസ്. പിന്നെ എനിക്ക് തോന്നിയത് ഓവറോൾ നല്ല ടെക്നിക്കലായിട്ടാണ് പാടിയത്. കുറച്ച് എന്താ പറയാ, സംഗതികൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് പാടി. അപ്പൊ അതിന്റെ ആ ഫീല് മൊത്തത്തിൽ ഇങ്ങോട്ട് എത്തിയോ എന്നുള്ളതാണ് എൻ്റെ വേറൊരു ഡൗട്ട്. അപ്പൊ എന്തായാലും എം ജെ സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്റെ ഈ സംശയമൊക്കെ ശരിയാണോ എന്ന് നമുക്ക് എം ജെ സാറിന്റെ അടുത്ത് ചോദിക്കാം. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓൺ ദ ഡോട്ടാണ്, ഇത് സംശയമില്ലല്ലോ. ആര്യ വെറുതെ ഒന്നും പറയത്തില്ലല്ലോ. അതുകൊണ്ടല്ലേ നമ്മുടെ ക്യാപ്റ്റനായിട്ട് ഇവിടെ ഇരിക്കുന്നത്. മധു എന്താ പറയണേ? എൻ്റെ ഒരു വിലയിരുത്തൽ ഇത് കുറച്ച് ടഫാണ്, കുറച്ച് ഹെവി ആയിപ്പോയി. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമായിരുന്നു. അവിടെയൊക്കെ കുറച്ച് പെർഫെക്ഷൻ വരാനുണ്ട്. അത് ഞാൻ എല്ലാം എടുത്തെടുത്ത് പറയുന്നില്ല. ടെക്നിക്കലായിട്ടുള്ള കുറേ സംഗതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സംഗതികൾ കുറെ ഉള്ളതുകൊണ്ട് തന്നെ ആ സംഗതികളൊക്കെ കറക്റ്റ് പാടണം എന്നുള്ളൊരു ചിന്തയിലാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അത് പാളിപ്പോകരുത്, അത് കറക്റ്റ് ആയിരിക്കണം, ഞാൻ പാടുമ്പോൾ കറക്റ്റായിട്ട് വരണം എന്നുള്ള അതിങ്ങനെ മനസ്സിൽ കൂടെ ഓടുന്നുണ്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ. നോ പ്രോബ്ലം. അപ്പൊ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. ചില ഭാഗങ്ങളൊക്കെ കേൾക്കാൻ നല്ലായിരുന്നു. സാരമില്ല അനുഷ്ക്, എന്താ വെച്ചാ ഇതിങ്ങനെങ്കിലും ഈ ഒരു രീതിയിലെങ്കിലും അത് പാടാനായിട്ട് സാധിച്ചില്ലേ, അതില് സമാധാനം ഉൾക്കൊള്ളാം. അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഈ പാട്ട് പാടാൻ ടഫാണ്, വളരെ ടഫാണ്. കാരണം അതിന് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഉണ്ട്, ഇമോഷണൽ ഡീറ്റെയിൽസ് ഉണ്ട്. ഇതൊന്നും കൂടാതെ അതിന്റെ റിതം കീപ്പപ്പ് ചെയ്യുന്നതിന്റെ കാര്യമുണ്ട്. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ വേരിയേഷൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ടഫ് ജോബാണ് ഇത് പാടുന്നെന്ന് പറഞ്ഞു. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇത്തിരി ഹെവിയാണ് ഈ പാട്ട്. ആര്യക്കുട്ടിയും ഇപ്പൊ മധുവും പറഞ്ഞത് കൃത്യമാണ്, എല്ലാ കാര്യങ്ങളും കൃത്യമാണ്. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതിൽ പറയാനുണ്ടെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇത് ഇരുത്തി പഠിപ്പിക്കേണ്ടി വരും ഇങ്ങനെയാണെന്നുള്ള. അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല. പക്ഷെ ഇത് റെക്കോർഡ് ചെയ്ത് ആദ്യമായിട്ട് ഞാൻ ശ്രേയയായിട്ട് മീറ്റ് ചെയ്യുന്ന ഒരു മൊമെന്റിനെ കുറിച്ച് പറയാം. കാരണം ഈ പാട്ട് ആദ്യം ഞാൻ പാടാൻ ഉദ്ദേശിച്ചിരുന്നത് സാധന സർഗം ജിയാണ്. അപ്പൊ സ്നേഹിതനെ എന്നുള്ള പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ അവരുടെ വോയിസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇങ്ങനെ അലിഞ്ഞു പോവും. ശരി, അപ്പൊ മുംബൈയിൽ സ്റ്റുഡിയോ പോയി. അപ്പോൾ സാധന ജി വന്നു. ഷി വാസ് വെരി ഹാപ്പി ആൻഡ് ടെലിങ് മീ ഇത് ആദ്യമായിട്ടാണ് മലയാളത്തിൽ പാടണേ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നു. അപ്പൊ ഞാനിങ്ങനെ പാട്ടിങ്ങനെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ലിറിക്സ് ചാന്ത് തൊട്ടില്ലേ. അപ്പോൾ സാധനാജി പറഞ്ഞു ചാന്ത് തൊട്ടില്ലേ. അപ്പൊ ഞാൻ പിന്നെയും പറഞ്ഞു ചാന്ത് തൊട്ടില്ലേ. അപ്പോ സാധനാജി പറഞ്ഞു ചാന്ത് തൊട്ടില്ലേ. അപ്പൊ ചാന്തിന് തൊട്ടില്ല കാറ്റു ചാറ്റ് മണ ചെറുമില്ലേ.
ഇങ്ങനെ വന്നു. അപ്പൊ എനിക്ക് മനസ്സിലൊരു പേടി വന്നു, കാരണം ഇതെങ്ങനെ അതിന്റെ ഡിക്ഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും. എന്നാലും ട്യൂണൊക്കെ അവർ അസാധ്യമായിട്ട് പാടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ശബ്ദവും നല്ല ശബ്ദം ഇങ്ങനെ ഒഴുകി. അതെ അതെ അതെ, ഞാൻ തമിഴിൽ ഏറ്റവും കൂടുതൽ ഡ്യൂറ്റ് പാടിയിട്ടുള്ളത് സാധനാജിയുടെ ഫ്രം സം അതർ വേൾഡ് ആണ് അവരുടെ ശബ്ദം. അപ്പൊ ചാന്തത്തിട്ടില്ലേ ചന്ദനം തൊട്ടല്ലേ കാട്ടൊട്ടിഞ്ഞ ഇങ്ങനെയാണ് പാടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അല്ല, ഞാൻ അവർക്ക് ഡ്യൂ റെസ്പെക്ട് വെച്ചിട്ടാണ്. മലയാളം എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് കുറെ ടഫാണ് നോർത്ത് ഇന്ത്യൻ സിംഗേഴ്സിന് പാടാനായിട്ട്. അപ്പൊ അങ്ങനെ അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ. ഈ പാട്ടാണെങ്കിൽ നമ്മൾ ഭയങ്കര അരുമയായിട്ട് ചെയ്ത് ഇഷ്ടത്തോടെ ചെയ്തു വെച്ചിരിക്കുന്നു. അതിന്റെ പ്രൊഡ്യൂസറുണ്ട്, അദ്ദേഹത്തിന്റെ മകനുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വല്ലാത്ത ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഞാൻ തീരുമാനിച്ചു എന്തായാലും ഇത് നടക്കൂല. അപ്പൊ ഞാൻ വോക്കൽ റൂമിൽ പോയിട്ട് സാധനാജി എടുത്ത് പറഞ്ഞു, ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ഔട്ട് മാഡം. അപ്പോൾ അവർ പറഞ്ഞു, ഐ തിങ്ക് സോ, അത് വർക്ക്ഔട്ട് ചെയ്യുന്നില്ല അല്ലേ, ഓക്കെ ലെറ്റ്സ് ഗെറ്റ് ടുഗദർ ഫോർ അനദർ സോങ് അനദർ ടൈം എന്ന് പറഞ്ഞിട്ട് അവർ പോയി. അപ്പോൾ ഞാൻ മുംബൈയിലാണ് ഈ സ്റ്റുഡിയോയിൽ നിൽക്കണത്. അപ്പോൾ ഇപ്പം എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടുത്തെ എഞ്ചിനീയർ അയാൾ പറഞ്ഞു, നമുക്ക് ശ്രേയ ഘോഷലിനെ വിളിച്ചാലോ. അപ്പം ഞാൻ ഈ മുൻപേ വാ എന്നൻപേ വാ ആ പാട്ട് കേട്ടിട്ടുണ്ട്, പിയോ ബോലി പിയോ ബോലി അത് കേട്ടിട്ടുണ്ട്, വിട പറയുകയാണു ആൽഫിയുടെ പാട്ടുണ്ട്, ഇതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പരിചയമില്ല, നിങ്ങൾ ഒന്ന് വിളിച്ചു തന്നാൽ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഈ എഞ്ചിനീയർ ആദ്യമായിട്ട് ശ്രേയ ഘോഷലിനെ വിളിക്കുന്നത്. അങ്ങനെയാണ് ശ്രേയ സ്റ്റുഡിയോയിൽ വരുന്നത്. അങ്ങനെയാണ് ശ്രേയ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഇതിൽ 2 പാട്ടുകളുണ്ട്, ഈ ചാന്ത് തൊട്ടിലുണ്ട്, പിന്നെ മധുരം ഗായത്തി മീര. അപ്പൊ ഈ 2 പാട്ടാണ് പാടുന്നത്. അപ്പൊ 2 കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പൊ 2 കേൾപ്പിച്ചു. അപ്പൊ ശ്രേയ പറഞ്ഞു, ഇതിപ്പോ പാടാം, ഈ ചാന്ത് തൊട്ടിലെ ഉടനെ പാടാം, പക്ഷെ മധുരം ഗായതി എനിക്ക് ഒരാഴ്ച വേണം, എനിക്ക് പഠിച്ചിട്ട് വന്നിട്ടേ പാടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആണ് ഈ പാട്ട് പാടുന്നത്. അത് ഹാർഡ്ലി ടുക്ക് അബൌട്ട് 1.5 hours ടു ഫിനിഷ് ദിസ് സോങ്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ചെല്ലുമ്പോഴത്തേക്കും മധുരം ഗായതി മീര എന്നുള്ള പാട്ടിന്റെ ലിറിക് ഉൾപ്പെടെ എല്ലാം കാണാതെ പഠിച്ച് കൃത്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പാട്ടും വളരെ പെട്ടെന്ന് പാടിയതാണ്. അപ്പൊ ഒരു വലിയ ഒരു ആർട്ടിസ്റ്റാണ് അവര്. തീർച്ചയായിട്ടും അവിടെ നിങ്ങോട്ട് എത്ര നല്ല പാട്ടാണ് അല്ലേ. അപ്പൊ അങ്ങനെ കുറച്ച് ലോങ് സ്റ്റോറി ആയിപ്പോയി, പക്ഷേ ഗുഡ് സ്റ്റോറി ആയിരുന്നു. ബ്യൂട്ടിഫുൾ സ്റ്റോറി, കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി. അത് ഷെയർ ചെയ്യണമെന്ന് തോന്നി അനുഷ്കിന്. എങ്ങനെയാണ് ഓരോ അവസരം ഓരോ ആൾക്കാർ തമ്മിൽ മീറ്റ് ചെയ്യാനും അവരുടെ ഒരു സംഗീത ജേർണി തുടങ്ങാനും ചിലതൊക്കെ എൻഡ് ചെയ്യാനും ഒക്കെയുള്ള റീസൺസ് പലതും നമുക്ക് ജീവിതത്തിൽ പല രീതിയിൽ കാണാൻ പറ്റും. ഇപ്പൊ കുഞ്ഞല്ലേ, ഇപ്പൊ ഈ എക്സ്പീരിയൻസ് ഒക്കെ കൈമുതലായിരിക്കട്ടെ മുന്നോട്ട് പോകാൻ കേട്ടോ. സോങ് സെലക്ഷൻ വളരെയധികം ശ്രദ്ധിക്കണം. അത് MJ അങ്കിളുടെ പാട്ടാണോ അല്ലെങ്കിൽ വേറെ ആരുടെ പാട്ടാണോ എന്നുള്ളത് പ്രശ്നമല്ല, അനുഷ്കിന് പാടാൻ പറ്റണം എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ അത് മനസ്സിൽ വെക്കട്ടെ, ഇന്റലിജന്റ് ആയിട്ട് ഡിസൈഡ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ അനുഷ്ക കുട്ടി, അപ്പൊ ഇന്നത്തെ മാർക്ക് കുറച്ച് കുറവാണ്, അറിയാലോ, മനസ്സിലായല്ലോ. അപ്പൊ ഇന്ന് കിട്ടിയിട്ടുള്ള മാർക്ക് 96 out of 100 ആണ്. അനുഷ്ക കുട്ടി, ഇതൊന്നും നമുക്കൊരു വിഷയമേ അല്ല. അടുത്ത പ്രാവശ്യം നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി നമുക്ക് പറ്റുന്ന ഒരു പാട്ടുമായിട്ട് നല്ലോണം പഠിച്ചിട്ട് തരും. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ബൈ. താങ്ക് യു. ബൈ.